ആ നൗഫലേ നീന്താ അവിടെ ഇരിക്കുന്നേ? വാ കയറിങ്ങി, നമ്മളൊരു വൈക്ക് പോവുക. വാ. ഞാനില്ലടോ, നമ്മുടെ സന്തോഷം വരുന്നുണ്ട്, ഞങ്ങളൊരു വൈക്ക് പോവുക. അല്ലെങ്കിലും ഇനി അങ്ങനെ തന്നെ. ഞാൻ വിളിച്ചാൽ എനിക്കൊരു വൈക്ക് വരാൻ നേരം ഉണ്ടാവില്ല. സന്തോഷമോ അല്ലെങ്കിൽ വേറെ ആര് വിളിച്ചാൽ എന്നപ്പോ ചാടി ഇറങ്ങല്ലേ ഇനി? ആ അല്ലടോ, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്കറിഞ്ഞൂടെ. ഓൻ വിളിച്ചാലേ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ നൗഫൽക്ക, ഞാനൊരു 3-4 ദിവസം ഇവിടെ ഉണ്ടാവൂല. നിങ്ങൾ പുരയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾ മാത്രമേ പുരയുള്ളൂ, ഇതറിയാലോ. ആ ആയിക്കോട്ടെ, നോക്കുന്നുണ്ട്. ആ ശരി, ഞാനായിട്ട് വരിക. അത് അഞ്ജന. ഓൻ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായല്ലോ ഇപ്പൊ പോരേല്. ഇപ്പത്തെ കാലത്ത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമല്ലല്ലോ, ഒരു ജോലിയൊക്കെ വേണമെങ്കിൽ പൈസ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ റെക്കമെൻഡിലൊക്കെ ആരെങ്കിലും വേണം. അതാണെങ്കിൽ എനിക്ക് വലിയ പരിചയമുള്ള ആരുമില്ല, എനിക്കറിയാലോ. അപ്പൊ നൗഫൽക്ക, ടെൻഷൻ ആണ്ട, എന്തെങ്കിലും ഇപ്പൊ ആവും. അല്ലടാ, എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ട് എത്രയായി? ഇനി എന്തെങ്കിലും ചെയ്തോ? എന്ത് കാര്യം? എടോ, നമ്മളെ നൗഫൽഖാന്റെ അഞ്ചന്റെ കാര്യം എന്നോട് പറഞ്ഞില്ലേ ഞാൻ? ഓൻ്റെ ഒരു ജോലിക്കാരിയോ? സോറി, ഇഞ്ഞോടാ വിട്ടുപോയി. നമ്മൾ അപ്പം മാനേജർ പോയി കണ്ടിട്ട് സംസാരിച്ചാളാ. പിന്നെ ഇപ്പൊ ഈ ജോലിന്റെ കാര്യവും എന്റെ കെയർ ഓഫിലാന്നുള്ള തൽക്കാലം നമ്മൾ നൗഫൽഖാൻ അറിയണ്ട. ഒരു സർപ്രൈസ് ആയിട്ടാണ് നിന്നോട്ടെ, പിന്നെ എപ്പോഴെങ്കിലും പറയാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, തൽക്കാലം മുമ്പിൽ അറിയണ്ട. സന്തോഷമാണ്. എന്താ നിർത്താണ്ട് പോയെ? എങ്ങനുണ്ട്? എടോ, സന്തോഷാണ് പോയി. ഓൻ എന്നെ കേട്ടാണ്ടാ പോയി. ഇനി ഓന് ചങ്കാണ് കരലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തരായ തിരക്കുണ്ട്. എനിക്ക് മനസ്സിലായോ? ഞാൻ ഒന്ന് ഓനെ വിളിച്ചു നോക്കട്ടെ. ഓ, വിളിച്ചു നോക്ക്. ഓൻ അങ്ങനെ നിർത്താണ്ട്, എന്ത് തിരക്കായാലും നിർത്താണ്ട് പോകേണ്ടിയില്ല ഓന്. കട്ടാക്കിയ ഞാൻ ഇന്നലെ എന്നെ വിളിച്ചാരോ, നീ എന്റെ പോന്നില്ല. എനിക്ക് ഓനായും വലുത് എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലത്ത് ഒരു ആത്മാർത്ഥത കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വരി. ഇല്ല, കേറുന്നില്ല. ഞങ്ങൾ ഇതിലെ പോയപ്പോ ഒന്നും ഇങ്ങോട്ട് കയറിയാ വെറുതെ. പിന്നെ അഞ്ചൻ പോയിക്കല്ലേ? ഓ, ഓൻ പോയിക്ക്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സ്ഥാപനത്തിൽ ഓൻ ജോലി കൊടുത്തതിന്. ബികോം ഒക്കെ പഠിച്ച് പിന്നെ ജോലിയൊന്നും ഇല്ലാണ്ട് കുറച്ചായി ഇവിടെ നിൽക്കുന്നു. പൈസ കൊടുത്താലൊക്കെ ജോലി കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിലായിരുന്ന പൈസ. ഈ ജോലി വാങ്ങി തന്നേലേ നിങ്ങൾ ഇന്നോടല്ല നന്ദി പറയണ്ടേ, സന്തോഷേട്ടനോടാ. സന്തോഷേട്ടനെ അത് വരേക്ക് സ്വൈര്യം തന്നില്ല. ഓൻ ജോലി ഇട്ടതാണ്. മൂപ്പരുത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആക്കിയോട്ടെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചതാ. ഞാൻ ഒന്നും വിചാരിച്ചത് സന്തോഷം. ഇന്നലെ നീ നിർത്താണ്ട് പോയപ്പോ എൻ്റെ ചങ്കൊന്ന് പെടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നിസാറിൻ്റെ ആ സംസാരവും കേട്ടപ്പോൾ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചത്. അത് സാരല്ല നൗഫൽഖാൻ, ആത്മാർത്ഥമായ ബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടി പലരും പലതും പറയും.
നമുക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ബന്ധങ്ങളൊന്നും നിലനിൽക്കുകയും ചെയ്യും. ഞങ്ങൾ പോട്ടെ എന്നാൽ.